Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. സോ വി ആർ ടുഡേ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ മൂവിങ് ടു ദ പേജ് നമ്പർ 6. ഓക്കെ, പേജ് നമ്പർ 6ലെ എക്സസൈസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 6ൽ തന്നെ ആദ്യത്തെ എക്സസൈസസ് ബേണിംഗ് ഓഫ് മഗ്നീഷ്യവുമായി റിലേറ്റ് ചെയ്താണ്. അത് നമ്മുടെ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷനുമായി റിലേറ്റ് ചെയ്തതാണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഗീവ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്തതാണ്. ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. പേജ് നമ്പർ 6ലാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ H2 plus Cl2 gives HCl. അപ്പൊ നമുക്ക് LHS RHS ഒന്നും എഴുതി കഷ്ടപ്പെടേണ്ട, ഡയറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2. എത്ര ക്ലോറിൻ ഉണ്ട്, 2. ബട്ട് ഇൻ പ്രോഡക്റ്റ് സൈഡ് എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര ഹൈഡ്രജൻ ആയി, 2 ഹൈഡ്രജൻ. എത്ര ക്ലോറിൻ ആയി, 2 ക്ലോറിൻ. നൗ ദ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേരിയം ക്ലോറൈഡ് പ്ലസ് അലൂമിനിയം സൾഫേറ്റ് ഗീവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് അലൂമിനിയം ക്ലോറൈഡ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് അലൂമിനിയം സൾഫേറ്റ് Al2SO4 thrice gives barium sulfate BaSO4 plus aluminum chloride AlCl3. Okay, that's the second question. Question barium chloride plus aluminum sulfate gives barium sulfate plus aluminum chloride. അപ്പം ഒരുപാട് റിയാക്ടൻസ് പ്രോഡക്ട്സ് എലമെന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോളം വരച്ച് തന്നെ അങ്ങ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ബേരിയം എലമെന്റ് ബേരിയം, സെക്കൻഡ് ക്ലോറിൻ, തേർഡ് അലൂമിനിയം, ഫോർത്ത് സൾഫർ, ഫിഫ്ത്ത് ഓക്സിജൻ. ഓക്കെ, ദെൻ ഹൗ മെനി ബേരിയം ഇൻ റിയാക്ടന്റ് സൈഡ്, 1. പ്രോഡക്റ്റ് സൈഡിലും എത്രയേ ഉള്ളൂ, ബേരിയം 1, പ്രോഡക്റ്റ് സൈഡിലും 1. ദെൻ സെക്കൻഡ് ക്ലോറിൻ എത്രണ്ണം ഉണ്ട്, 2 ക്ലോറിൻ. പ്രോഡക്റ്റ് സൈഡിൽ എത്രണ്ണമാണ്, 3 ക്ലോറിൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് അലൂമിനിയം റിയാക്ടന്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 1. ദെൻ നെക്സ്റ്റ് സൾഫർ SO4 thrice. ഈ SO4 thrice മീൻസ് ഈ SO4 ത്രൈസ് ഇങ്ങനെ ബ്രാക്കറ്റിന് വെളിയിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അതിനുള്ളിലെ 2 എലമെന്റ്സിനെയും എന്ത് ചെയ്യും, ബാധിക്കുന്നതാണ്. അപ്പം സൾഫറിന് എത്ര ഉണ്ട്, 3 ഉണ്ട്. ഈ ഓക്സിജൻ ഓൾറെഡി 4 ഉണ്ട്. അപ്പം 4 × 3 അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ കൗണ്ട് ചെയ്യുന്നത്. അപ്പം 1 × 3 ആകുമ്പോൾ എത്ര സൾഫർ ഉണ്ട്, 3 സൾഫർ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിലോ 1 സൾഫറേ ഉള്ളൂ. ദെൻ ഓക്സിജൻ അപ്പം 4 × 3 എത്ര എണ്ണം ഉണ്ട്, 12 എണ്ണം റിയാക്ടന്റ് സൈഡിൽ, പ്രോഡക്റ്റ് സൈഡിൽ 4. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. വേർഡ് ഇക്വേഷൻ ആയിരുന്നു തന്നിരുന്നത്. അതിനെ നമ്മൾ ആദ്യം എന്താക്കി, സ്കെലറ്റിലാക്കി. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാൻ പോവാണ്. ദെൻ അപ്പം നെക്സ്റ്റ് നമുക്ക് ആ ഫസ്റ്റ് ഓക്സിജൻ തന്നെ അങ്ങ് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. റിയാക്ടന്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്, 12 എണ്ണം ഉണ്ട്. ബട്ട് ഇൻ പ്രോഡക്റ്റ് സൈഡ് ഓൺലി 4. അപ്പൊ നമ്മൾക്ക് ഈ 4നെ എത്ര ആക്കി മാറ്റണം, 12 ആക്കി മാറ്റണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പം 3 × 4 ആകുമ്പോൾ എത്ര ആകും, 12. അപ്പം ഓക്സിജൻ എന്തായി, ബാലൻസ്ഡ് ആയി. 3 × 4 12. ഓക്സിജൻ എത്രയായി, ബാലൻസ്ഡ് ആയി. അപ്പം ഈ 3 വന്നപ്പം അത് ആരെയും ബാധിച്ചിട്ടുണ്ട്, ബേരിയം സൾഫറിനെയും കൂടി അത് ബാധിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പം എത്ര ബേരിയം ആയിട്ടുണ്ട്, റിയാക്ടന്റ് സൈഡ് പ്രോഡക്റ്റ് സൈഡിൽ 3 ബേരിയമായി. അപ്പം റിയാക്ടന്റ് സൈഡിൽ എത്ര വേണം, 3 ബേരിയം വേണം. അപ്പം ബേരിയം ഉള്ള ഒരു റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ ബേരിയം ക്ലോറൈഡ്. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ബേരിയം ക്ലോറൈഡിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എത്ര ബേരിയമായി, 3 ബേരിയമായിട്ടുണ്ട്. ഇനി സൾഫർ അപ്പൊ എത്ര ഉണ്ട്, 3. ഓൾറെഡി നമുക്ക് റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ടായിരുന്നു, 3. ഇപ്പൊ സൾഫർ എത്ര ആയിട്ടുണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 3. ഇനി അലൂമിനിയം റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ടായിരുന്നു, 2. പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. അപ്പൊ 1നെ 2 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം അലൂമിനിയം എത്ര ആയിട്ടുണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2. ഇനി ക്ലോറിൻ നമ്മളിവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം അത് ബേരിയത്തിനെയും ക്ലോറിനെയും വായിച്ചു. അപ്പം 3 × 2 എടുക്കുമ്പോൾ എത്ര ആവുന്നുണ്ട്, റിയാക്ടന്റ് സൈഡിൽ 6 ക്ലോറിൻ. ദെൻ പ്രോഡക്റ്റ് സൈഡിൽ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 എത്ര ആയിട്ടുണ്ട്,
6. Now the equation is balanced. So balanced equation ഒന്നുകൂടെ പറയാം. First one, 3BaCl2 plus Al2SO4 thrice gives 3BaSO4 plus 2AlCl3 is the balanced answer, balanced equation. Then third question എന്ന് പറയുന്നത് sodium plus water. Okay, balance ചെയ്യാൻ ബന്ധപ്പെട്ട third question, sodium Na plus water H2O gives sodium hydroxide NaOH plus hydrogen. അപ്പോൾ എലമെന്റ്സ് ഏതൊക്കെയാണ്? സോഡിയം, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതാണ് എലമെന്റ്സ്. ദെൻ എത്ര സോഡിയം ഉണ്ട് റിയാക്ടന്റ് സൈഡിൽ? ഒരു സോഡിയം, പ്രോഡക്റ്റ് സൈഡും ഒരു സോഡിയം. ദെൻ ഓക്സിജൻ എത്ര ഉണ്ട്? 1. റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും 1. ദെൻ ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ട്? 2. പ്രോഡക്റ്റ് സൈഡിലോ 2 + 1 ആകുമ്പോൾ എത്ര ആവുന്നുണ്ട്? 3. സോ മീൻസ് ഹൈഡ്രജൻ ഈസ് നോട്ട് ബാലൻസ്ഡ്. അപ്പം 3 എണ്ണം ഉണ്ട്. എവിടെ? ഈ ഹൈഡ്രജൻ, സോഡിയം റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിൽ 1, ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 2, ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 3, ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിലും 1. ഓക്കെ ആണല്ലോ. അപ്പൊ ആര് ബാലൻസ് അല്ല? ഈ ഹൈഡ്രജൻ ബാലൻസ്ഡ് അല്ല. അപ്പം റിയാക്ടന്റ് സൈഡിൽ 3 ഉണ്ട്. അപ്പം 3 ആക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് ഇനി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് എന്തായി പോകാൻ പോകുന്നില്ല, 3 ആകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഉള്ള ഒരു റിയാക്ടൻ എന്ന് പറയുമ്പോൾ H2O. അതിനെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ 2 × 2 എത്ര ഹൈഡ്രജൻ ആയി? 4. റിയാക്ടന്റ് സൈഡിൽ 4 ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ട്? 3. അപ്പം ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇക്വേഷൻ എന്തായി പോകും? കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ NaOHലുള്ള ഹൈഡ്രജനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ ഇപ്പൊ എത്ര ആയി? ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? 2. അപ്പൊ എത്ര ആവുന്നുണ്ട്? 4 ആവുന്നുണ്ട്. ഇക്വേഷൻ ഹൈഡ്രജന്റെ കേസിൽ എന്തായി? ബാലൻസ്ഡ് ആയി. ദെൻ ഇപ്പൊ സോഡിയം റിയാക്ടന്റ് സൈഡിൽ 1 ഉള്ളായിരുന്നു, പ്രോഡക്റ്റ് സൈഡിൽ എത്ര ആയി? 2 ആവുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2. സോഡിയം റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 2. ഇനി ഓക്സിജൻ എത്ര ഉണ്ട്? 2 × 1 2. ഇനി അതേപോലെ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ആരെയും കൂടെ ബാധിച്ചു? ഓക്സിജനെ ബാധിച്ചു. മീൻസ് ഓക്സിജൻ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എത്ര ആയിട്ടുണ്ട്? 2. സോ now the equation is balanced. Balanced ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2Na plus 2H2O gives 2NaOH plus H2. ഓക്കെ, അതാണ് ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പേജ് നമ്പർ 6 വന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതിനകത്ത് നമ്മൾ അതിന്റെ സ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം ഒക്കെ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്ത് ആ ഇക്വേഷൻ ഒന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം സൾഫേറ്റ് ഇൻ വാട്ടർ. ദെൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസോലുബിൾ ബേരിയം സൾഫേറ്റും സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന വേർഡ് ഇക്വേഷനെ സ്കെലിറ്റലിലോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റേറ്റ്, മീൻസ് സ്റ്റേറ്റ് ഏതൊക്കെയുണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ സ്റ്റേറ്റ് അതിനകത്ത് റെപ്രസെന്റ് ചെയ്ത് വേണം ഇക്വേഷൻ എഴുതാം. അപ്പം സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ BaCl2. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അക്വസ് AQ കൊടുക്കാം. പ്ലസ് എന്താണ്? സോഡിയം സൾഫേറ്റ് Na2SO4. സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ വാട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും എന്ത് തന്നെയാണ്? അക്വസ് ആണ്. ഗീവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസോലുബിൾ ബേരിയം സൾഫേറ്റ് എന്ന. ഇൻസോലുബിൾ മീൻസ് എന്താണ്? പ്രസിപ്പിറ്റേറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇൻസോലുബിൾ. ഇൻസോലുബിൾ മീൻസ് അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. സോ ദ പ്രോഡക്റ്റ് ആയിട്ടുള്ള ബേരിയം സൾഫേറ്റ് BaSO4 എന്ത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. പ്ലസ് എന്തും കൂടി ഉണ്ട്? സൊല്യൂഷൻ ഓഫ് NaCl മീൻസ് NaCl എന്താണ്? അക്വസ് ആണ്. അപ്പം സ്റ്റേറ്റ്സ് എല്ലാം ആയിട്ടുണ്ട്. ബേരിയം ക്ലോറൈഡ് അക്വസ് ആണ്, സോഡിയം സൾഫേറ്റും അക്വസ്. ബേരിയം സൾഫേറ്റ് ഇൻസോലുബിൾ എന്ന് പറയുന്നതുകൊണ്ട് അത് എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് ആണ്. സോഡിയം ക്ലോറൈഡ് അക്വസ് ആണ്. ഇനി ഇക്വേഷൻ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാനും കൂടി പറയുന്നുണ്ട്. അപ്പം റിയാക്ടൻസ് നമുക്ക് എലമെന്റ്സ് എഴുതാം. ബേരിയം, ക്ലോറിൻ, സോഡിയം, സൾഫർ, ഓക്സിജൻ. ഇത്രയുമാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. റിയാക്ടന്റ് സൈഡിൽ ഒരു ബേരിയം, പ്രോഡക്റ്റ് സൈഡിലും ഒരു ബേരിയം. ക്ലോറിൻ റിയാക്ടന്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 1. സോഡിയം റിയാക്ടന്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 1. സൾഫർ റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിലും 1. ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 4, പ്രോഡക്റ്റ് സൈഡിലും 4. ഓക്കെ, അപ്പം ബാലൻസ് അല്ലാതെ വേണ്ടത് സോഡിയം ബാലൻസ് അല്ല, ക്ലോറിൻ ബാലൻസ്ഡ് അല്ല. ഇത് രണ്ടും ഇതിനകത്ത് ബാലൻസ്ഡ് അല്ലാതുണ്ട്. അപ്പം സോഡിയം റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 1. അപ്പം സോഡിയമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് NaCl ആണ്. അപ്പം ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം?
2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പം സോഡിയം എന്തായി 2 ആയി. അപ്പം ഈ 2 ആരെയും കൂടെ ബാധിക്കും, ക്ലോറിനെയും കൂടെ ബാധിക്കും. അപ്പൊ എന്ത് പറഞ്ഞു, അവിടെയും 2. Now the equation is balanced. അല്ലെ, എത്രയായി? ബേരിയം 1 1, ക്ലോറിൻ 2 2, സോഡിയം 2 2, സൾഫർ 1 1, ഓക്സിജൻ 4 4. Now the equation is balanced. Then second question എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ NaOH. അപ്പം സൊല്യൂഷൻ ആകുമ്പം അക്വസ് പ്ലസ് എന്താണ് HCl സൊല്യൂഷൻ മീൻസ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതും അക്വസ് ആണ്. ഗീവ്സ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് NaCl സൊല്യൂഷനും H2O. അപ്പം NaCl അതും അക്വസ് ആണ്. പിന്നെ H2O എന്താണ്, വാട്ടർ ലിക്വിഡ് ഫോമില്. ഓക്കെ, അപ്പം ഇക്വേഷൻ ബാലൻസിങ് കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പം സോഡിയം എത്ര ഉണ്ട്, നമുക്ക് എലമെന്റ്സ് എഴുതാം. സോഡിയം, ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഓക്കെ, സോഡിയം 1, റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 1. ദെൻ ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിലും 1. ദെൻ ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ട്, 1 1 2, പ്രോഡക്റ്റ് സൈഡിലും 2. ദെൻ ക്ലോറിൻ രണ്ടിടത്തും 1. മീൻസ് ദ ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ഓക്കെ, ദ ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. അപ്പൊ പേജ് നമ്പർ 6ലെ എക്സസൈസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി പേജ് നമ്പർ 10ലെ എക്സസൈസ്, അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, വൈ ഈസ് ദ ഗ്യാസ് കളക്ടഡ് ഇൻ വൺ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഇൻ ആക്ടിവിറ്റി 1.7 ഡബിൾ ഓഫ് ദ amount collected in the other, name the gas. അപ്പം ആക്ടിവിറ്റി 1.7 എന്ന് പറയുമ്പം ഡീകോമ്പോസിഷനകത്തെ ഇലക്ട്രോ ഡീകോമ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പം ആക്ടിവിറ്റി മീൻസ് ഇലക്ട്രോ ഡീകോമ്പോസിഷൻ ഓഫ് വാട്ടർ മീൻസ് H2O എന്ത് പാസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി. അപ്പൊ അതെന്തൊക്കെയായിട്ട് ഡീകമ്പോസ് ചെയ്യണം, ഹൈഡ്രജനും പ്ലസ് ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇക്വേഷൻ എന്തല്ല, ബാലൻസ്ഡ് അല്ല. നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പം 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ. അപ്പം ഇവിടെ ഓക്സിജൻ 2 ആക്കണമെങ്കിൽ 2 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക. നൗ ഹൈഡ്രജൻ എത്രയായി, 4, ഓക്സിജൻ 2. അപ്പൊ ഇവിടെയും 4 വരണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ എത്ര ഓക്സിജൻ ഉണ്ട്, 1. എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2. അപ്പം 1നേക്കാൾ ഇരട്ടിയായിട്ട്. അപ്പൊ വോളിയം 2 വരുന്ന ഗ്യാസ് ഏതാ, ഹൈഡ്രജൻ. നെയിം ദ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഉത്തരം ഏതാണ്, ഹൈഡ്രജൻ. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ടഫ് ആയിട്ട് തോന്നും, അത്രേ ഉള്ളൂ. ഇപ്പൊ പേജ് നമ്പർ 6ലെയും 10ലെയും എക്സസൈസസ് ആണ് നമ്മൾ പറഞ്ഞത്. ചിലത് നമ്മൾ പറയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് അത് പറയാത്തത്. സോ നിങ്ങൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്തെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.